പറവൂർ സ്വദേശിയായ സുധീർ എൻ്റെ കൂടെ വീണ്ടും ഉണ്ട്. ഞാൻ കഴിഞ്ഞ എപ്പിസോഡ് നിർത്തിയപ്പോൾ പറഞ്ഞ് നമ്മുടെ ചെപ്പ് തുറക്കും എന്നാണ്. അത് ഉദ്ദേശിച്ചത് എന്താണെന്നറിയോ? എനിക്ക് സുധീർ ഇപ്പൊ വിവാഹിതനാണോ? അതെ, വിവാഹിതനാണ്. എത്ര കുട്ടികളുണ്ട്? ഒരാൺകുട്ടി. പേര് സിയോൺ എന്നാണ്. കിച്ചു എന്ന് വിളിക്കും. കിച്ചു. അപ്പോ വൈഫിന്റെ പേര് ഷിമിലി. ഞങ്ങൾ ഇന്റർകാസ്റ്റ് മാരേജ് ആയിരുന്നു. അത് കുഴപ്പമൊന്നുമില്ല, മനുഷ്യരാണല്ലോ. അത്രേ ഉള്ളൂ. ഹാപ്പി ആയിട്ട് പോകണം കേട്ടോ. എന്തായാലും ഇപ്പോൾ 10 വർഷം കഴിഞ്ഞ് വിവാഹം കഴിഞ്ഞിട്ട് സന്തോഷമായിട്ട്. ലവ് മാരേജ് ആയിരുന്നു. എങ്ങനെ? അത് ഇവിടെയൊക്കെ നാട്ടിലൊക്കെ നോക്കി, പക്ഷെ പെണ്ണ് കിട്ടിയില്ല. പറവൂർ കണ്ടിട്ട് പെണ്ണുങ്ങളൊന്നും. അന്ന് മിമിക്രിക്കാരനാണല്ലോ. വേറെ ചെറിയ ജോലികളൊക്കെ അന്നൊക്കെ ചെയ്യുന്നു. പക്ഷെ എന്നാലും നമ്മുടെ മനസ്സിലായതുകൊണ്ട് പൂർത്തിയാക്കാൻ പറ്റാറില്ല പല ജോലികളും പോലും. അപ്പം അങ്ങനെ പോയപ്പോൾ പിന്നെ തൊഴിൽ മിമിക്രി എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു. പുള്ളിക്കാരത്തി കരിപ്പൂർ എയർപോർട്ടിലായിരുന്നു. അവിടെ ഇന്ത്യൻ എയർലൈൻസിൻ്റെ ഒരു സ്റ്റാഫായിട്ട് വർക്ക് ചെയ്യുന്നു. സ്ഥിരം ജോലി അല്ലായിരുന്നു. അത് കയറി ഒരു 6 മാസത്തോളമൊക്കെ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ അവിടെ ഒരു പ്രോഗ്രാമിന് പോയി, എയർപോർട്ടിൻ്റെ അവരുടെ ഫാമിലിയുടെ ഒരു പരിപാടിക്ക്. അപ്പോൾ അതിന് പുള്ളിക്കാരത്തി പ്രോഗ്രാം കണ്ടില്ല. അത് അവരൊരു ബന്ധു ഉണ്ടായിരുന്നു അവിടെ. അങ്ങനെ പരിചയപ്പെട്ട് സംസാരിച്ച് ആ കൂട്ടത്തിൽ നമ്മളിങ്ങനെ വിവാഹ കാര്യങ്ങളൊക്കെ പറഞ്ഞിങ്ങനെ പെട്ടെന്നല്ല, ഒരു കമ്പനിയാ പോലെ നമ്മൾ സംസാരിച്ചിട്ട്. എത്ര അരമണിക്കൂർ കൊണ്ട് ഇങ്ങനെ നമ്മൾ പരിചയപ്പെടുമ്പോൾ എന്താണ് കല്യാണം കഴിച്ചു ഇതൊക്കെ ചോദിക്കുമല്ലോ ഓരോരുത്തർ. അവരുടെ ഫാമിലിയൊക്കെ ആകുമ്പോഴേക്കും ഉണ്ടാവില്ല, നമ്മൾ കുറച്ചു നേരം ഇങ്ങനെ പറഞ്ഞു കഴിയുമ്പോഴേക്കും. ഒറ്റടിക്കല്ല, ആ പരിപാടി തുടങ്ങി അതിന്റെ അവസാനം വരെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതിനിടയ്ക്ക് നമ്മുടെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ അറിഞ്ഞറിഞ്ഞ് ലാസ്റ്റ് പരിപാടി നടന്നില്ലേ? പരിപാടി നടന്നു. അല്ല, ഞാൻ ചോദിച്ചേ, ഇതിന് വിശേഷങ്ങളൊക്കെ ചോദിച്ചോണ്ടിരുന്നതേ ഉള്ളൂ. പ്രോഗ്രാം ഉണ്ടായിരുന്നു. അപ്പൊ അന്ന് ഒരു ചെറിയ പരിപാടിയായിരുന്നു അത് ഞങ്ങളുടെ. പിന്നെ അവിടെ അവരുടേതായ കുറെ ഫംഗ്ഷൻസ് ഇതൊക്കെ ഉണ്ടായിരുന്നു, പ്രോഗ്രാമൊക്കെ ഉണ്ടായി. അപ്പൊ അങ്ങനെ കല്യാണം കഴിക്കാമോ എന്ന് ചോദിച്ചു. അല്ല, അപ്പൊ അങ്ങനെ ആലോചിക്കേണ്ടെന്ന് ഞാൻ പറഞ്ഞു. അവിടെ വെച്ചൊന്നും ഇതൊന്നും ഉണ്ടായില്ല. അപ്പം അങ്ങനെ അവിടെ അവരിങ്ങനെ നമ്മളെ നോട്ട് ചെയ്ത് വെച്ച്. അപ്പോൾ പുള്ളിക്കാരത്തിനോട് ഇങ്ങനെ പറഞ്ഞ്, പെൺകുട്ടിയോട് പറഞ്ഞു, ഇങ്ങനെ ഷിമിലിനോട് പറഞ്ഞു, ഇങ്ങനെ ഒരു വീഡിയോ കാണിച്ചു കൊടുത്തു പ്രോഗ്രാമിൻ്റെ. അപ്പോൾ അത് ഐറ്റം കണ്ടില്ലെന്ന് തോന്നുന്നു, കണ്ടെങ്കിൽ ചിലപ്പോൾ പ്രശ്നം തന്നെ. പക്ഷെ അത് കണ്ടപ്പോൾ ഇങ്ങനെ ഇത് തോന്നി, ഇങ്ങനെ ആലോചിക്കേണ്ടെന്ന് പറയാം. അപ്പോൾ ഇങ്ങനെ എന്നോട് പുള്ളിക്കാരത്തി വിളിച്ചു, ഇങ്ങനെ ഒരു കുട്ടിയുണ്ട്, പിന്നെ കാസ്റ്റൊക്കെയാണ്. അപ്പം ഞാനാണെങ്കിൽ ഇങ്ങനെ ഇതായിട്ട് വീട്ടിൽ കുഴപ്പമൊന്നുമില്ല, ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് അങ്ങനെ കെട്ടി. ഇപ്പോഴും വാടക തന്നെയാണ്. അതോടനെ ഞാൻ പറയട്ടെ, ഈ വർഷം കഴിയുമ്പോഴത്തേക്ക് ഒരു പുതിയ വീടൊക്കെ വെച്ച് നിങ്ങൾ ഹാപ്പി ആയിട്ട് വീണ്ടും അങ്ങോട്ട് മാറും. സംഭവിക്കട്ടെ. ഹാപ്പി, ഇപ്പോഴും ഹാപ്പി തന്നെ ഉണ്ടായത്. ഇപ്പം നമ്മൾ എങ്ങനെയാണെങ്കിൽ പോലും ഒരു വീട് വെച്ച് ഹാപ്പി. അതെ. പിന്നെ ഈ വരുന്ന ഇതിനത് സംഭവിക്കുമെന്ന് വിചാരിച്ചിരിക്കണം. സംഭവിക്കും ഉറപ്പായിട്ട്. അപ്പൊ നമ്മുടെ അടുത്ത സെക്ഷൻ എന്താണെന്ന് അറിയാമല്ലോ? സവാരി ഗിരിഗിരിയാണ്. ഓക്കെ, കേറാം, നമുക്ക് കേറാം. സവാരി ഗിരിഗിരി. സവാരി ഗിരിഗിരിയിൽ ആദ്യത്തെ ചോദ്യം ശ്രദ്ധിക്കൂ. ദശമൂലം ദാമു സ്ഥിരം ദശമൂലം കുടിക്കാനെത്തുന്ന വൈദ്യശാലയുടെ പേരെന്താണ്? എ മർമാണി വൈദ്യശാല, ബി കൈരളി വൈദ്യശാല, സി അഗസ്ത്യ വൈദ്യശാല. മർമാണി, കൈരളി, അഗസ്ത്യ. അറിയാൻ പാടില്ലാത്തൊരിതാണ് അത്. എന്തായാലും കേട്ടില്ലേ? സിനില് എങ്ങനെങ്കിലും അവിടുന്ന് ഓടിയാൽ മതി എന്നുള്ള ഒരു രീതിയിൽ ഇരിക്കുകയാണ്. കാരണം അടുത്ത സ്റ്റാർ ജയിച്ചാലോ? ബാലേന്ദ്രൻ സാറിന്റെ സൗണ്ട് നന്നായിട്ട് ചെയ്യും. എനിക്ക് തൃപ്തിയായി. ഇങ്ങനൊരു പണി കിട്ടുമെന്ന് ഞാൻ എൻ്റെ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചില്ല. എന്തായാലും വന്ന സ്ഥിതിക്ക് ഉത്തരം ബി. ഉത്തരം ബി, കൈരളിയോ? അത് തന്നെ അല്ലേ കൂട്ടാ? ബി അതോ അഗസ്ത്യയാണോ? എന്നാൽ പിന്നെ ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറയാം, അഗസ്ത്യയാണ്. എൻ്റെ അമ്മയാണ് സത്യം. അതോ മർമാണിയാണോ? അഗസ്ത്യ. എൻ്റെ അമ്മയാണ് സത്യം, അഗസ്ത്യ. ഈ ദശമൂലം കുടിക്കാറുണ്ടോ? ഇല്ല. രസായനം? ദശമൂലം. ശബ്ദം മാറരുത്. ദശമൂലം എല്ലാം കഴിയുന്നു. അല്ല, ദശമൂല രസായനം കുടിക്കാറുണ്ടോ? ഇന്ന് വരെ ഞാൻ അങ്ങനെ രസായനം കുടിച്ചിട്ടില്ല. കഷായമാണ് ഞാൻ ചോദിച്ചത്. കഷായം, രസായനമല്ല. കഷായം കുടിക്കാറുണ്ടോ? കഷായം കുടിച്ചിട്ടുണ്ട്.
നിങ്ങൾ ശബ്ദം വന്നത് ബാലചന്ദ്ര മേനോൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹം തന്നെ ആയിരിക്കണം. ജീവിക്കണം. ആ, കഷായം കുടിച്ചിട്ടുണ്ടോ മേനോൻചേട്ടന്? ഞാൻ എന്റെ ജീവിതത്തില് ഒരു തവണ കുടിച്ചിട്ടുണ്ട്. ആ, എന്താണ്? വിസ്കിയാണോ? വിസ്കിയാണോ അതോ എന്ത് വർത്താനം ഈ പറയണത്? വിസ്കി അല്ല, പിന്നെ റമ്മാണോ? റമ്മാണോ? കഷായം. എനിക്ക് വിസ്കി കഷായം. അതെ. അപ്പം അഗസ്ത്യ വൈദ്യശാല അല്ലേ? അമ്മയാണ് സത്യം. അമ്മയാണ് സത്യം. സി, അഗസ്ത്യ വൈദ്യശാല ഞാൻ എടുത്തിട്ട് പൂട്ടിയിരിക്കുകയാണ്. അവിടെ കിടക്കട്ടെ. ഇതിനിടെ ഞാൻ ഇത്രയും നേരത്തെ ഞാൻ കുറെ കാര്യങ്ങളൊക്കെ ചോദിച്ചു. എങ്കിലും ഒരു കാര്യം ചോദിക്കാൻ വിട്ടുപോയി. ഈ കോളേജിൽ ഏത് കോളേജിലാണ് പഠിച്ചത്? കോളേജിൽ പഠിച്ചിട്ടില്ല. പഠിച്ചിട്ടില്ല. അപ്പൊ പ്രീ ഡിഗ്രി എവിടെ പഠിച്ചേ? അതും പഠിച്ചിട്ടില്ലേ? 10ാം ക്ലാസ്? 10ാം ക്ലാസ് കൈതാരം ഗവൺമെന്റ് സ്കൂൾ. അതിനുശേഷം 5 വർഷം എന്ത് ചെയ്തു? പിന്നെ ഓരോ ജോലിക്കായിട്ട് ഇറങ്ങി. 10ാം ക്ലാസ്സിൽ പിന്നെ മിമിക്രി ഉണ്ടായിരുന്നു. സ്കൂളിൽ നിന്ന് പോകുന്നതിന് ശേഷം മിമിക്രി. അപ്പോൾ ഇതിനിടയിൽ ഈ കുട്ടിയാണോ ആദ്യമായിട്ട് പ്രേമിക്കുന്നത്, അതോ വേറെ മറ്റെന്തെങ്കിലും ഒരു പ്രേമ? സ്കൂളിൽ വെച്ചൊക്കെ ഉണ്ടായിട്ടുണ്ട്. സ്കൂളിലോ? സ്കൂളിലേ പഠിച്ചിട്ടുള്ളല്ല, ആ 10 വരെയും പഠിച്ച. അപ്പോൾ അതിനിടയ്ക്ക് ഒരു പ്രണയമൊക്കെ ഉണ്ടായിരുന്നു. എന്നിട്ട് പക്ഷെ അത് ഫൈനലെത്തിയപ്പോഴേക്കും അന്ന് പിന്നെ ഇങ്ങനെ നമുക്ക് ഇതുപോലെയുള്ളതൊന്നും അല്ലല്ലോ, പേടിയാണല്ലോ. കത്ത് കൊടുക്കുക, കൂട്ടുകാരുടെ അടുത്ത് കൊടുത്തു വിടുക, ഇഷ്ടമാണെന്നൊന്നും തുറന്ന് പറയില്ല നേരിട്ടൊന്നും. അങ്ങനെ ഒരു ഇഷ്ടം, ഒരു 7ാം ക്ലാസ്സിൽ വെച്ചൊരു ഇഷ്ടം തോന്നി. അങ്ങനെ പെൺകുട്ടിയോട് ഇങ്ങനെ ഇഷ്ടം തോന്നി. നമ്മൾ പിന്നെ അതിൻ്റെതായ കുറച്ച് പെൺകുട്ടിയുടെ അടുത്തും നമ്മുടെ കൂട്ടുകാരെയൊക്കെ ടീമിനെയൊക്കെ വിട്ട് പറയിപ്പിച്ച് അങ്ങനൊരു ഈ പുള്ളിക്കാരി നമ്മുടെ ക്ലാസ്സിലേക്ക് വരാൻ വേണ്ടി 9ാം ക്ലാസ്സിലെത്തിയപ്പോൾ ഞാൻ 9 ബിയിൽ, അവള് 8 ബിയിൽ. അപ്പം നമ്മുടെ കൂടെ പഠിക്കാൻ വേണ്ടി ഒരു കൊല്ലം ഞാൻ 9ൽ മനഃപൂർവ്വം തോറ്റി. ഈ ഡിവിഷനിൽ വരും. അല്ല, എൻ്റെ പ്രേക്ഷകരൊന്ന് കേൾക്കണേ. തള്ളു കേണലെന്നൊക്കെ പറയുന്നത് വളരെ സത്യം പറഞ്ഞ. അപ്പൊ ഒരുമിച്ച് കൂടാൻ വേണ്ടിയിട്ട് 9ൽ ഒരു പ്രാവശ്യം തോറ്റു കൊടുത്തപ്പോ പെൺകുട്ടി 9ൽ വന്നു. പക്ഷെ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും ശരിക്കും എഴുതിയപ്പോഴത്തേക്ക് 9ൽ വീണ്ടും തോറ്റ് പെൺകുട്ടി 10ലുമായി. ഗുഡ് ബൈ എന്ന് പറയുകയും ചെയ്തു. ഇല്ലില്ല, 10ലായപ്പോഴേക്കും പിന്നെ ഡിവിഷൻ മാറ്റി. എന്നെ കുറച്ച് പേരൊക്കെ അതിൽ ജയിച്ച്. 9ൽ പിന്നെ ജയിച്ച് 10ലോട്ട് എന്നപ്പോഴേക്കും വേറെ ഡിവിഷനിലാക്കി. ഞങ്ങളൊരു കുറച്ച് പേരെ മാറ്റി. അപ്പം അങ്ങനെ മാറ്റി. പിന്നെ അത് പിന്നെ ലാസ്റ്റ് ടൈമിൽ ഇതൊന്നും ഇഷ്ടമാണെന്ന് പറയണമല്ലോ ഡയറക്റ്റ് നേരിട്ട്. എൻ്റെ കുട്ടീന് ഇഷ്ടമാണെന്ന് പറഞ്ഞു പോയിട്ട് ദിവസം ഇല്ല ലാസ്റ്റ് എന്ന് പറഞ്ഞിങ്ങനെ. അപ്പോൾ പുള്ളിക്കാരത്തി പറഞ്ഞതൊരു ഒരു 8 പേര് എൻ്റെ കൂടെ അങ്ങനെ ഇഷ്ടമാണെന്ന് പറയും വന്നിട്ടുണ്ട്. അതിൽ 6ാമത്തെയാണെന്ന് പറഞ്ഞു ഞാൻ. അതോടുകൂടി അവിടെ ഫ്ലാറ്റായി പോയി. അവിടെ വെച്ച് തീർന്നു. അപ്പം ആ സ്കൂൾ പഠിച്ച ഓർമ്മയിലൊരു പാട്ട് പാടാൻ പറ്റുമോ? മഞ്ഞിൻ ചിറകുള്ള വെള്ളരിപ്രാവേ, ഉള്ളിൻ്റെ ഉള്ളിൽ തിരയുന്നതെന്തേ? മഞ്ഞിൻ ചിറകുള്ള വെള്ളരിപ്രാവേ, ഉള്ളിൻ്റെ ഉള്ളിൽ തിരയുന്നതെന്തേ? മൗനം മയങ്ങുന്ന മോഹങ്ങളാണോ? തൂവൽ തുമ്പിലെ സിന്ദൂരമാണോ? ലാലാ ലലാ 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 വേണു നാഗവള്ളിയുടെ ചിത്രത്തിലെ ഗാനമാണ്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഇത് എനിക്ക് ഏകദേശം ഒരു സ്വാഗതം. അതെ, 10-20 ദിവസം ജലദോഷം വന്നിട്ട് മാറത്തേയില്ല. ഇതിൻ്റെ റെക്കോർഡിങ് തരകണി സ്റ്റുഡിയോ വെച്ച് നടത്തിയതിന് ശേഷം ഇവർ വെയിറ്റ് ചെയ്യാണ് ഈ പാട്ട് പാടാൻ. ഇത് ഞാനും വേണുഗോപാലുമായിട്ടാണ് പാടിയിരിക്കുന്നത്. എനിക്ക് 20 ദിവസമായിട്ടും ജലദോഷം മാറില്ല. അവസാനം വേണുചേട്ടൻ പറഞ്ഞു, ഇനി നീ ആ ജലദോഷം വെച്ചങ്ങ് പാടാൻ പറഞ്ഞു. അപ്പം എൻ്റെ വോയിസ് ഒരിക്കലും അതിനകത്ത് തിരിച്ചറിയത്തില്ല. ആ റെക്കോർഡ് കേട്ട് കഴിഞ്ഞാൽ അറിയാം. ഒരു മൂക്ക് ഭയങ്കര ജലദോഷം ഒരു മൂക്കടയ്ക്കുമല്ലോ, അങ്ങനെയാണ്. നന്നായിരുന്നു കേട്ടോ, വെരി ഗുഡ്. അപ്പോൾ സി അഗസ്ത്യ വൈദ്യശാലയാണ് എടുത്തിട്ട് പൂട്ടിയിരിക്കുന്നത്. സോ കൺഗ്രാറ്റുലേഷൻസ്, സി ഉത്തരം ശരിയാണ്. വെരി ഗുഡ്, വെരി ഗുഡ്.